ആം ആദ്മി പാർട്ടിയുടെ പാല നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഈ സായാഹ്ന ധർണ ഉദ്ഘാടനം ചെയ്യുന്ന ബഹുമാനായ ജോയി തോമസ് സാനിത്തോട്ട അവരുടെ പ്രിയപ്പെട്ട റോയി സാർ വെള്ളരിങ്ങാട്ട്, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ആം ആദ്മി പാർട്ടിയുടെ ബഹുമാന്യരായ നേതാക്കളെ, പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, നീതിക്ക് വേണ്ടി, ഈ രാജ്യത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ആം ആദ്മി പാർട്ടി നടത്തുന്ന ഈ ധാർമ്മിക സമരത്തിന് ആദ്യമേ തന്നെ എന്റെയും ഞാൻ പ്രതിദാനം ചെയ്യുന്ന കേരള കോൺഗ്രസ് പാർട്ടിയുടെയും എല്ലാവിധത്തിലുള്ള പിന്തുണയും വാഗ്ദാനം ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, നമുക്കറിയാം, ഈ രാജ്യത്ത് ഭരണം നടത്തി വരുന്ന BJP നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ഒരു രാജ്യം ഒരു നികുതി എന്ന് പറഞ്ഞു, ഇപ്പോൾ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞു വരുന്നു. നാളുകളിൽ ഒരു രാജ്യം ഒരു പാർട്ടി എന്നുള്ള ഒരു നിലപാടിലേക്ക് തങ്ങളെ എതിർക്കുന്ന ആളുകളെ മുഴുവൻ ഇല്ലായ്മ ചെയ്യുന്ന തരത്തിലേക്ക്, അവരുടെ പ്രവർത്തനങ്ങളെ ഇല്ലായ്മ ചെയ്യുന്ന തരത്തിലേക്കുള്ള രാഷ്ട്രീയപരമായ നീക്കവുമായി മുന്നോട്ട് പോകുമ്പോൾ ലോകത്തിലെ ഒന്നാമത്തെ ജനാധിപത്യ ശക്തിയായ ഇന്ത്യയെ സംബന്ധിച്ച്, നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുന്ന 4 അടിസ്ഥാന അവകാശങ്ങൾ, ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുവാനും, ഇഷ്ടമുള്ള അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുമ്പോൾ ഒരു മതേതര ജനാധിപത്യ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് എന്നുള്ള ആ ആശയത്തെ തന്നെ, ഭരണഘടന വിഭാവനം ചെയ്യുന്ന അടിസ്ഥാന ആശയങ്ങളെ തന്നെ ഇല്ലായ്മ ചെയ്ത വിധത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ BJPയുടെ നേതൃത്വത്തിൽ നടന്നു വരിക. അതിന്റെ ഒന്നാമത്തെ തെളിവാണ് അസഹിഷ്ണുതയോടുകൂടിയുള്ള പ്രവർത്തനങ്ങൾ. മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നതിന് ഇവിടെ ഭരണത്തിന്റെ ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ അധികാരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ED പോലുള്ള കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ എതിരാളികളെ ഇല്ലായ്മ ചെയ്യുന്നതിനും കരിവാരി തേക്കുന്നതിനും അവരുടെ പ്രവർത്തനങ്ങൾ തടയുന്നതിനും വേണ്ടി BJP നടത്തുന്ന ശ്രമങ്ങൾ തീർച്ചയായും ചെറുക്കപ്പെടേണ്ടതാണ്. നമ്മുടെ ജനാധിപത്യ രാജ്യത്ത് നമുക്ക് ഇഷ്ടമുള്ള വിധത്തിൽ പ്രവർത്തിക്കുവാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടന ഉറപ്പു തന്നിരിക്കെ, കേവലം 10 വർഷക്കാലം മുമ്പ് അധികാരത്തിലെത്തിയ BJP അത്തരത്തിലുള്ള ജനാധിപത്യ അവകാശങ്ങളെ എല്ലാം നിഷേധിച്ചുകൊണ്ട് ഇവിടെ ഒരു ഏകകക്ഷി ഭരണത്തിലേക്ക്, അല്ലെങ്കിൽ ഒരു ഏകാധിപത്യ ഭരണത്തിലേക്ക്, അല്ലെങ്കിൽ പഴയകാലത്തിലെ രാജഭരണത്തെ അനുസ്മരിപ്പിക്കുന്ന ഒരു വ്യക്തിയിൽ കേന്ദ്രീകൃതമായ ഒരു ഭരണത്തിലേക്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും, പ്രത്യേകിച്ച് അവയ്ക്ക് നേതൃത്വം നൽകുന്ന അല്ലെങ്കിൽ തങ്ങളെ എതിർക്കുന്ന ആളുകളെയെല്ലാം അടിച്ചമർത്തുവാൻ അല്ലെങ്കിൽ ഇല്ലായ്മ ചെയ്യുവാൻ, അവരെ തുറുങ്കിലടയ്ക്കുവാൻ, അവരുടെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുവാൻ, ജനാധിപത്യത്തെ അട്ടിമറിക്കുവാൻ നടത്തുന്ന നീക്കങ്ങൾക്കെതിരെ നടത്തുന്ന ഈ സമരം, നമുക്കറിയാം, നമ്മുടെ ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് അതിന്റെ ബഹുമാന്യനായ കേജ്രിവാള് ഡൽഹിയില് കഴിഞ്ഞ 2ാമത് തവണയും അധികാരം പിടിച്ചപ്പോൾ അത് BJPയുടെ കേന്ദ്രങ്ങളെ അസ്വസ്ഥമാക്കി എന്ന് മാത്രമല്ല, അവർക്ക് അതിനെ സംബന്ധിച്ച് അവരുടെ പ്രവർത്തനങ്ങൾക്ക് ലഭിച്ച വലിയൊരു തിരിച്ചടിയായി തന്നെ അവർക്കത് നേരിടേണ്ടി വന്നിരിക്കുക. അപ്പൊ രാജ്യ തലസ്ഥാനം അത് തങ്ങളുടെ നിയന്ത്രണത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യം, ആ സാഹചര്യം ഒഴിവാക്കുവാൻ വേണ്ടി ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഭരണാധികാരി, ആ മികച്ച ഭരണാധികാരിയെ തുറുങ്കിലടച്ചുകൊണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പേരിൽ ഇല്ലാത്ത കേസുകള് കെട്ടിച്ചമച്ചുകൊണ്ട്, മീഡിയ ഉപയോഗിച്ചുകൊണ്ട്, കേന്ദ്ര ഏജൻസികള് അവരെ അഴിച്ചുവിട്ടുകൊണ്ട്, അവരുടെ നേതൃത്വത്തില് കള്ളക്കേസുകൾ എടുത്തുകൊണ്ട് ഇവിടെ ഈ രാജ്യത്തെ അരാജകത്വം അഴിച്ചുവിടുന്ന ഒരു പ്രവണത, അത് ആം ആദ്മി പാർട്ടിയുടെ മേൽ മാത്രമല്ല, കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ഇന്ത്യ മഹാസഖ്യത്തിലുള്ള മുഴുവൻ രാഷ്ട്രീയ കക്ഷികളെയും അവരെ ഇന്ന് ഇല്ലായ്മ ചെയ്യുവാൻ ശ്രമിക്കുക. 400 സീറ്റ് എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് അവർ നടത്തുന്ന പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങൾ ഒറ്റക്കെട്ടായി ചേർത്തില്ല എങ്കിൽ ഈ രാജ്യത്തിന് അബദ്ധം. ഇന്നലകളിൽ 3-2 ഭൂരിപക്ഷം നേടിയിട്ടും അവർ ഭരണഘടന ഭേദഗതി ചെയ്യാതിരുന്നതിന്റെ കാരണം രാജ്യസഭയിൽ അവർക്ക് കേവല ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല എന്നത് മാത്രമാണ്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ പല പ്രതിപക്ഷ പാർട്ടികളെയും MLA-മാരെ വിലക്കെടുത്തുകൊണ്ട് രാജ്യസഭയിലേക്ക് അവര് അംഗസംഖ്യകൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്തരണത്തിന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ രാജ്യസഭയിൽ കേവല ഭൂരിപക്ഷം കൂടി സംജാതമായാൽ തീർച്ചയായും ഈ രാജ്യത്തിന്റെ ഭരണഘടന ഭേദഗതി ചെയ്തുകൊണ്ട് ഈ രാജ്യത്തിന്റെ മതേതരത്വം നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ഇന്ത്യൻ പാർലമെന്റ് ഉദ്ഘാടനം ചെയ്യപ്പെട്ട വേളയിൽ വിതരണം ചെയ്ത ഭരണഘടനയിൽ മതേതരത്വം അല്ലെങ്കിൽ സെക്കുലറിസം എന്നുള്ള ആ വാക്ക് ഒഴിവാക്കിക്കൊണ്ടാണ് അവിടെ ആ ഭരണഘടന അവിടെ വിതരണം ചെയ്തിട്ടുള്ളത്. അത് ഒരു അക്ഷരപ്പിശകായി അല്ലെങ്കിൽ അച്ചടി പിശകായി അവര് പറയുന്നുണ്ടെങ്കിലും
വരാനിരിക്കുന്ന ഒരു വലിയ വിപത്തിന്റെ സൂചനയായി തന്നെയാണ് അത് ഇന്ന് മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും മാധ്യമങ്ങളും അല്ലെങ്കിൽ രാഷ്ട്രീയ നിരീക്ഷകരും ഒക്കെ കാണുക. ആ നിലയിൽ നമ്മുടെ മതേതരത്വത്തെയും ജനാധിപത്യത്തെയും സഹിഷ്ണുതയെയും സോഷ്യലിസത്തെയും ഒക്കെ അട്ടിമറിച്ചുകൊണ്ട് ഇവിടെ BJPയുടെ നേതൃത്വത്തിൽ ഒരു ഏക കേന്ദ്രീകൃത അല്ലെങ്കിൽ ഒരു നേതാവിൽ കേന്ദ്രീകൃതമായ ഒരു ഭരണ വ്യവസ്ഥ ആവിഷ്കരിക്കുവാൻ നടത്തുന്ന ശ്രമങ്ങൾ അത് നമുക്ക് ഒറ്റക്കെട്ടായി തന്നെ ഈ രാജ്യത്ത് ചെറുക്കപ്പെടണം എന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. തീർച്ചയായും ആ നിലയിൽ നടത്തപ്പെടുന്ന ഈ തെരഞ്ഞെടുപ്പ് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ളതാണ്. ഓരോ തെരഞ്ഞെടുപ്പുകളും നമ്മൾ പറയും വളരെ പ്രാധാന്യമുള്ളതാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കണം, ഇനിയൊരു തെരഞ്ഞെടുപ്പ് കൂടി ഈ രാജ്യത്തുണ്ടാകുമോ എന്ന് നിർണയിക്കുന്ന പ്രാധാന്യമുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ്. ആ നിലയിൽ ഇന്ത്യ മഹാസഖ്യത്തിന്റെ സ്ഥാനാർത്ഥികള് അത് വിജയിച്ചു വരേണ്ടത് നമ്മുടെ ഭരണഘടനയുടെ ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ നമ്മുടെ അവകാശങ്ങളുടെ ഒക്കെ നിലനിൽപ്പിന് ആവശ്യമാണ്. ആ നിലയിലേക്ക് നമുക്ക് ഒറ്റക്കെട്ടായി ചിന്തിക്കണം. തീർച്ചയായും ആം ആദ്മി പാർട്ടിയുടെ നേതാവ് പ്രിയപ്പെട്ട കേജ്രിവാള് അറസ്റ്റിലായപ്പോൾ ബഹുമാനായ കേരള കോൺഗ്രസ് പാർട്ടിയുടെ ചെയർമാൻ ശ്രീ ജോസ് കെ മാണി അദ്ദേഹം ഇന്ത്യ സഖ്യത്തിന്റെ പ്രചരണ വിഭാഗത്തിന്റെ ഉപാധ്യക്ഷന്മാരിൽ ഒരാളാണ്. ആ നിലയിൽ അദ്ദേഹം ശക്തമായി പ്രതികരിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ ചാനൽ ചർച്ചയിലെ പാർട്ടിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് നേതാക്കന്മാര് അതിനെതിരെയുള്ള പ്രചരണത്തിലെ പങ്കാളികളായി. ആ നിലയിലൊക്കെ കേരള കോൺഗ്രസ് പാർട്ടി ഇത് ജനാധിപത്യത്തെ കുറിച്ച് മൂടുന്ന തരത്തിലുള്ള ഈ പ്രവർത്തനങ്ങൾക്കെതിരായി ശക്തമായി തന്നെ ആം ആദ്മി പാർട്ടിക്ക് എല്ലാവിധത്തിലുള്ള പിന്തുണയും ഈ ധർമ്മസമരത്തിന് നേരുകയാണ്. നമ്മെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കണം, രാഷ്ട്രീയ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് പ്രിയപ്പെട്ട ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിയാണ് പ്രിയപ്പെട്ട ശ്രീ തോമസ് ചാഴികാടന് ഇവിടെ മത്സരിക്കുക. അപ്പൊ അദ്ദേഹത്തെ ഞാൻ കൂടുതലായി പരിചയപ്പെടുത്തുന്നില്ല. കഴിഞ്ഞ കാലങ്ങളിൽ 5 വർഷക്കാലം ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ മാതൃകാപരമായ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ടുള്ള പ്രിയപ്പെട്ട ശ്രീ തോമസ് ചാഴികാടൻ അപ്പൊ ഇന്ത്യ മുന്നണിയുടെ ഭാഗം എന്ന നിലയിൽ അദ്ദേഹം ഇന്ന് ഇവിടെ ജനവിധി തേടുന്നു. നിങ്ങളുടെ അംഗീകാരത്തിനായി അദ്ദേഹത്തെ നിങ്ങളുടെ മനസാക്ഷിയുടെ അംഗീകാരത്തിന് ഞാൻ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ സമർപ്പിക്കുക. തീർച്ചയായിട്ടും ഇവിടെ നമ്മെ സംബന്ധിച്ച് കേരളത്തെ സംബന്ധിച്ച് രാഷ്ട്രീയപരമായി പല അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും ദേശീയ താല്പര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് നമ്മെ സംബന്ധിച്ച് ഇന്ത്യ മുന്നണിയുടെ വിജയത്തിന് ഒറ്റക്കെട്ടായിട്ട് നിൽക്കേണ്ട ഒരു സാഹചര്യം നമുക്കെല്ലാം മുമ്പിലുണ്ട്. അത് നമ്മൾ തിരിച്ചറിയണം. BJPക്കെതിരെ ഒറ്റക്കെട്ടായി നിൽക്കുവാൻ, ഇവിടെ രാജ്യത്തെ വർഗീയത വിപത്തിനെ തടയുവാൻ, അല്ലെങ്കിൽ ഇവിടുത്തെ അക്രമ സമരങ്ങളെ അല്ലെങ്കിൽ അക്രമ പ്രവർത്തനങ്ങളെ തടയുവാൻ, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, ഈ കേരള സംസ്ഥാനത്തും ഡൽഹി ഉൾപ്പെടെ BJP ഇതര ഗവൺമെന്റുകള് അവിടെ നിന്ന് പിരിച്ചെടുക്കുന്ന GST ഒരു രാജ്യം ഒരു നികുതി എന്ന് പറഞ്ഞുകൊണ്ട് നികുതി പിരിച്ചെടുക്കുകയും ഇവിടെ കേരള സംസ്ഥാനത്ത് നിന്ന് 100 രൂപ നികുതി പിരിച്ചെടുക്കുമ്പോൾ കേവലം 40 രൂപ മാത്രമാണ് ഈ സംസ്ഥാനത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്കായി തിരിച്ചു തരിക. എന്നാൽ BJP ഭരിക്കുന്ന ബീഹാറിന് 100 രൂപ നികുതി കൊടുക്കുമ്പോൾ 700 രൂപ അവർ തിരികെ കൊടുക്കുകയാണ്. BJP ഭരിക്കുന്ന ഉത്തർപ്രദേശിന് 100 രൂപ നികുതിയായി GST അടയ്ക്കുമ്പോൾ അവർക്ക് 400 രൂപ തിരിച്ച് വികസന പ്രവർത്തനങ്ങൾക്കായി നൽകുക. അത്തരത്തിൽ BJP ഭരിക്കുന്ന ഗവൺമെന്റുകളോട് ഒരു നയവും അല്ലാത്ത ഗവൺമെന്റുകളോട് ഒരു ഉത്തമ നയവും സ്വീകരിച്ചുകൊണ്ട് സാമ്പത്തികമായും രാഷ്ട്രീയപരമായും ആ ഗവൺമെന്റുകളെ അസ്ഥിരപ്പെടുത്തുവാനും അവരുടെ വികസന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുവാനും ഒക്കെ ഇവിടെ നടത്തുന്ന ശ്രമങ്ങളെ അത് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. നമ്മുടെ പ്രവർത്തനങ്ങള് പല വിധത്തിലേക്ക് ചെതറിപ്പോകേണ്ടതല്ല. ഇത് BJPക്കെതിരായി ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ രാജ്യത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന വിധത്തിൽ നമുക്ക് ഒറ്റക്കെട്ടായി മുന്നേറണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് നമ്മുടെ എല്ലാം പ്രവർത്തനങ്ങളിലൂടെ ആം ആദ്മി പാർട്ടിയുടെ നേതാവ് എന്ന നിലയിൽ ലോകശ്രദ്ധ നേടിയ ആ നേതാവാണ് പ്രിയപ്പെട്ട ശ്രീ കേജ്രിവാള്. ഒരു മുഖ്യമന്ത്രിയെ കേവലം ഒരു ആരോപണത്തിന്റെ പേരിൽ യാതൊരു തെളിവുകളും കൂടാതെ ജയിലിലടച്ചുവെങ്കിൽ, അല്ലെങ്കിൽ ഒരു 2 ആഴ്ചക്കാലമായി ജയിലിലടച്ചുവെങ്കിൽ നാളുകളിൽ മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ അവസ്ഥയും മറ്റൊന്നാവും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. മുഖ്യമന്ത്രിമാരുടെ അവസ്ഥ ഇതാണെങ്കിൽ ഇവിടുത്തെ സാധാരണക്കാരന്റെ അവസ്ഥ നാളുകളിൽ എന്താകും എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മളൊക്കെ ആശങ്കാകുലപ്പെടേണ്ട സാഹചര്യമുണ്ട്. തങ്ങൾക്കെതിരെ പറയുന്നവരെ, തങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നവരെ ഒക്കെ ജയിലിലേക്ക് അല്ലെങ്കിൽ ED ഉപയോഗിച്ചുകൊണ്ട്, കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് അമർച്ച ചെയ്യുമെന്നുള്ള തരത്തിലുള്ള നയപരിപാടികളുമായി മുന്നോട്ട് പോകുമ്പോൾ നമുക്കതിന് ശക്തമായ രംഗത്തിറങ്ങണം, ഒറ്റക്കെട്ടായ രംഗത്തിറങ്ങണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ നടക്കുന്ന ഈ ധാർമ്മിക സമരത്തിന്, ധർണാ സമരത്തിന്, പ്രതിഷേധ സമരത്തിന് ഒരിക്കൽ കൂടി എല്ലാവിധത്തിലുള്ള അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ മോചനം എത്രയും വേഗം സാധ്യമാകട്ടെ, ജനാധിപത്യം വിജയിക്കട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ ഇതിന് അവസരം തന്ന പ്രിയപ്പെട്ട ഭാരവാഹികളോടുള്ള നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.